അല്ലടാ സ്വത്തുവോ നമ്മളിപ്പോ നടന്നിട്ട് ഇപ്പൊ 1.5 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടാവില്ലേ ഇപ്പൊ? പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് കുറച്ച് നമ്മളെ മൈമാലിക്കാന്റെ ഒക്കെ പറഞ്ഞിട്ടില്ലേ, നമുക്ക് അൽഫാം ഉണ്ടാക്കിയാലോ, കോഴി മേടിച്ചിട്ട് ഉണ്ടാക്കാല്ലേ? അപ്പൊ നോക്കുമ്പോ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? ആദ്യം മൈമാലിക്കാനെ വിളിക്കാല്ലേ? ഇവിടെ ആണെങ്കിൽ റേഞ്ചും ഇല്ലല്ലോ. റേഞ്ച് എന്ന് പറഞ്ഞാൽ പിടുത്തം മുട്ട കഷ്ടത്തിൽ തന്നെയാണ് ഇപ്പൊ നമ്മളുള്ളത്. എന്നപ്പോ ചെയ്യാം, നമുക്ക് ആ കുന്നിന്റെ മേലെ കയറിയ റേഞ്ച് ഉണ്ടാവൂലേ? ആദ്യം മൈമാലിക്കാനെ ഒന്ന് വിളിച്ചോക്കാം. മൈമാലിക്ക അടിക്കുന്നുണ്ട്. ഹലോ, ആ മൈമാലിക്കത് ഞാനാണേ. പിന്നെ നമുക്ക് ചെറിയൊരു കോഴി തൂക്കിയൊക്കെ ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം, ഒരു 10 മിനിറ്റ് കൊണ്ട് എത്താം. ആ മീഡിയം പീസാക്കി വെച്ചാൽ മതി നമുക്ക് വൈകുന്നേരത്തിനേ. അപ്പോൾ നമുക്ക് ചെറിയൊരു അൽഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വല്ലാണ്ട് കഷ്ണം അൽഫാമിലേക്കും വേണ്ടിയിട്ട് കട്ടാക്കിയാൽ മതി. ഹലോ 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 ഒലക്ക കട്ടായി. ചങ്ങായിമാരെ, ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ചിന്റെ ഒരു അകൃതം കിട്ടാല്ല കേട്ടോ. അതിനും വേണ്ടിയിട്ട് നമ്മൾ ആകെപ്പാടെ ഇറങ്ങാറിലുള്ളത്. അപ്പോൾ വൈകുന്നേരത്തിനും വേണ്ടിയിട്ട് നമ്മൾ അൽഫാമും ചിക്കനൊക്കെ പാടെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് വെക്കാം, എന്നിട്ട് നമുക്ക് കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ റേഞ്ചിനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യാം? കുന്നുംപുറത്തേക്ക് പോയാലോ? കുന്നുംപുറത്ത് പോയി ചെറിയ റേഞ്ച് ഉണ്ടാവൂലേ? ഞാൻ അവിടുന്ന് സിനിമേറ്റാര്. ഇജ വെറുതെ അല്ല എപ്പോഴും ഇജ അവിടെ ഇരിക്കണത്. എന്നാ പോയി കുന്നുംപുറത്തേക്ക് പോവാന്നാല് എന്നാ പോരെ. ഇവിടെ ഈ ഒലക്ക പുണ്ണാക്കൽ ഇന്നെ കേറുന്ന സമയത്ത് ഇത് കൂടെ ഒക്കെ വഴി നമ്മൾ ആദ്യം പോയിരുന്നതാണേ. തട്ടി തടഞ്ഞു പോരണ്ടോ. ഇവിടെ ഒന്നും റേഞ്ച് ഇല്ലേ. ഈ മഴക്കാലം വന്ന സമയത്ത് റേഞ്ച് തീരെ കിട്ടണില്ല. ഇനി ഇവിടുന്ന് തലവരെ നടക്കാൻ നിക്കട്ടെ ഇപ്പൊ നമ്മള് അല്ലേ? ഞാനൊക്കെ യൂട്യൂബില് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടേ, വീഡിയോ എടുത്തിട്ട് ഇത് ചെയ്യാൻ വേണ്ടിട്ടേ, നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ടേ ഭയങ്കര റിസ്ക് ആണ്. എന്താ വെച്ചാൽ ഇപ്പൊ മഴ വന്നോണ്ടാ തോന്നുന്നുണ്ട് അല്ലേ? ഭയങ്കര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല റേഞ്ച് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ജിയോന്റെ കാര്യം ഇപ്പൊ കുറച്ച് മോശത്തിലായി പോയി അല്ലേ? അല്ലടാ സ്വത്തുവോ, നമ്മളിപ്പോ നടന്നിട്ട് ഇപ്പൊ 1.5 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടാവില്ലേ ഇപ്പൊ? പിന്നെന്താ ഇവിടെയൊക്കെ കാണാം. നമ്മളന്ന് എന്താ പറയാ വേനൽക്കാലത്ത് വന്നതാണല്ലേ ഇവിടെ? ഇവിടെ റേഞ്ച് ഉണ്ട്. ഇവിടെ ഒരു കട്ടുണ്ട്. വിളിച്ചോക്കാം ഒരു മിനിറ്റ്. ഹലോ മൈമാലിക്ക, ഞാൻ വിളിച്ചെന്തെന്നാന്നറിയോ? നമുക്കൊരു ചെറിയൊരു കോഴീനെ വേണം. അത് ശരി. അപ്പൊ നിങ്ങൾ ഇനി എപ്പോഴാ വരിക? നമ്മളടുത്താണെങ്കിൽ പൈസ ഇല്ല. നിങ്ങളാണെന്നുണ്ടെങ്കിൽ പൈസ 2 ദിവസം കഴിഞ്ഞിട്ട് തന്നാ മതിയിൽ വെച്ചിട്ട് ഇരിക്കുകയാണേ. മൂപ്പര് അവിടെ ഇല്ലാത്തറേ. ഇനിയിപ്പോ എന്താ കാട്ടുക? ഇന്നത്തെ അൽഫാമ ഇനിയിപ്പോ കൊളായപ്പോ. അത് ശരി, അതെയാ, ആയിക്കോട്ടെ. ശരി എന്നാലോ, ഓക്കെ. ശരി. നമ്മൾ റേഞ്ച് ഉണ്ടായിരുന്നില്ല. റേഞ്ചിനും വേണ്ടിയിട്ട് കാടൊക്കെ കയറിയിട്ട് ഇവിടെ വലിയൊരു കുന്നിന്റെ മേലെ ഇപ്പൊ നമ്മൾ നിക്കണേ. ഇവിടെ ഒരു 200-300 കൊതു നമ്മുടെ കാലുമ്പൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെന്നാന്ന് വെച്ചാൽ നിങ്ങൾ വന്നിട്ട് വിളിക്കോണ്ടു കേട്ടോ. ഇല്ലല്ല അപ്പൊ പറ്റില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 1 മണിക്കൂറിന്റെ ഉള്ളിൽ കിട്ടണം. ഇല്ലല്ല. ശരി, ഞാൻ വിളിക്കണ്ട് നിങ്ങൾ തന്നെ കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, പണി പാളി കേട്ടോ. നമ്മളിപ്പോൾ വൈകുന്നേരം അൽഫാമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഉണ്ടായിരുന്നത്. അത് കാരണം നമുക്ക് കാര്യം ചെയ്താലോ, നമുക്ക് മീൻ പിടിക്കാൻ പോവാം. മറ്റേ പാടത്തെ കുളത്തേക്ക് പോകണിച്ചാൽ അടിപൊളി സിലപ്പ് കുട്ടികളുണ്ടാവും അവിടെ തന്നെ. സംഭവേ, അന്ന് നമ്മള് ബിരിയാണി വെക്കാൻ വേണ്ടിട്ട് ചിക്കൻ മേടിച്ചില്ലേ? അന്ന് നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ലല്ലോ. സംഭവം അതന്നെയാണ്. പൈസ കൊടുത്തില്ലേ? ഞാൻ കൊടുത്തിട്ടില്ലേ. അതന്നെയാണ്. ഞാൻ ഇപ്പൊ വരുമ്പോഴടക്കം നമുക്ക് മീൻ പിടിക്കാൻ പോവാം. മീൻ പിടിക്കാൻ പോണതിന്റെ വീഡിയോ നമുക്ക് പിന്നെ കാണിക്കാട്ടോ. എന്താ വെച്ചാല് മഴ വരുന്നുണ്ട്. മഴയത്ത് നമ്മള് ക്യാമറയും ഫോണും മൈക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാല് സ്വീപ്പാണ്. അപ്പൊ എന്തെന്നെയാണെന്ന് വെച്ചാലും അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ഓക്കെ, ബൈ.